സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും സമാധാനവും ആശംസിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയാണ് നമ്മെ വില കൊടുത്തു വാങ്ങിയതും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാണ്. ഇത് സുവിശേഷത്തിൽ പൗലോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്തി 2:5 ആ ഭാഗം ഇതാണ്: എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനായതുകൊണ്ട് നമുക്ക് മറ്റൊരു മാധ്യസ്ഥം ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഈ അടുത്ത നാളുകളിലായിട്ട് പല കാരണങ്ങളാൽ നമ്മിൽ ഒരു ഉറച്ചു പോയിട്ടല്ല രൂഢമൂലമായിട്ടുണ്ട് ചിലരിലെങ്കിലും. അത് പറയുമ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള അടുത്തിടെ ഇറങ്ങിയ മാർഗരേഖ, വിശ്വാസികളുടെ അമ്മ എന്ന തലക്കെട്ടിലുള്ളൊരു മാർഗരേഖയിൽ പരിശുദ്ധ അമ്മ കൃപാവരങ്ങളുടെ മധ്യസ്ഥ, അതുപോലെ സഹരക്ഷക എന്നീ പേരുകളിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്നല്ലാതെ വിളിക്കപ്പെടുമ്പോൾ വളരെ വിവേകത്തോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു മാർഗരേഖ പുറത്തിറക്കി. ക്രിസ്തുവിനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് പരിശുദ്ധ മറിയം സഹരക്ഷയാകുന്നതും കൃപാവരങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ മാർഗരേഖയിൽ കൃത്യമായിട്ട് വിശദമാക്കിയത്. പലപ്പോഴും ആ മാർഗരേഖയെ നമ്മളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുകയും അതിലുപരി ഈ ആ രേഖയിൽ സൂചിപ്പിച്ച ഒരു വചനമാണ് ഞാനിപ്പോൾ വായിച്ചത്. 1 തിമോത്തി 2:5. There is one God, there is also one mediator between God and humankind, Christ Jesus himself human. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പോൾ അതിൽ റെഫറൻസ് ആയിട്ടുള്ള സൂചിപ്പിച്ചൊരു വചനം ഇതാണ് ആ മാർഗരേഖയിലും. അപ്പം നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളൊരാശയക്കുഴപ്പത്തിലാകും. അങ്ങനെയാണ് മധ്യസ്ഥൻ യേശു ക്രിസ്തു അല്ലേ ഉള്ളൂ, നമ്മൾ വിശുദ്ധരുടെ മാധ്യസ്ഥമോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമോ തേടുന്നതിൽ വലിയ അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാൻ എനിക്ക് കർത്താവ് ഈ നാളുകളിൽ ഈ ദിവസങ്ങളിലായിട്ട് ആ സുവിശേഷ ഭാഗം ഞാൻ ആ 1 തിമോത്തി 2-ാം അധ്യായം അതിൻ്റെ 5-ാം വചനമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അതിൻ്റെ 1 മുതൽ വചനങ്ങൾ വായിച്ചു, 5-ലെത്തി. 1 മുതൽ 5 വരെ വചനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം, ഈ നാളുകളിൽ വത്തിക്കാൻ്റെ മാർഗരേഖ പുറത്തിറങ്ങിയ പിന്നെ ചില പെന്തക്കോസ്ത് സഹോദരങ്ങളുടെ ചാനലുകൾ, അവർ സുവിശേഷത്തിൽ തീക്ഷ്ണതയുള്ളവരാണ്. പക്ഷേ അവർ മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ മറ്റു വിശുദ്ധരുടെയോ മാതാവിൻ്റെയോ മധ്യസ്ഥം അവർക്ക് സ്വീകാര്യമല്ല. അവർക്ക് യേശു ക്രിസ്തു വഴിയുള്ള പ്രാർത്ഥന മാത്രം. മറ്റു പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഭിന്നമാണ്. ഈ കാര്യവും പ്രധാനമാണ്. അപ്പം അങ്ങനെ അവർ ഈ ഒരു മാർഗരേഖയിലെ ഒരു പോയിൻ്റ് വെച്ച് തന്നെ കടന്നാക്രമിക്കുന്ന രീതിയിൽ, കത്തോലിക്ക സഭാംഗങ്ങളെ കടന്നാക്രമിക്കുന്ന രീതിയിൽ ചില പെന്തക്കോസ്ത് ചാനലുകൾ, അവരുടെ ചാനലുകൾ, ഞാൻ പേര് പറയുന്നില്ല, വീഡിയോ ചെയ്തു. ഞാനത് ചുരുക്കം ചിലത് കാണുകയും അതിൻ്റെ അടിയിലെ കമൻറ്റ് വായിച്ചപ്പോൾ കത്തോലിക്കരായ ചിലർ സംശയാലുക്കളായി മാറിയെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ സുവിശേഷം ഒരിക്കൽ തുറന്നപ്പോൾ ഈ 1 തിമോത്തി 2-ാം അധ്യായം കിട്ടി. അപ്പം ഞാനത് ആദ്യത്തെ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളത്
കേൾക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ ഞാനത് ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം. ഇംഗ്ലീഷ് ബൈബിളിൽ, എന്നിട്ട് മലയാളത്തിൽ വായിക്കാം. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ then I urge that supplications, prayers, intercessions and thanksgiving be made for everyone, for kings and all who are in high positions, so that we may lead a quiet and peaceable life in all godliness and dignity. This is right and is acceptable in the sight of God our Savior, who desires everyone to be saved and to come to the knowledge of the truth. For there is one God, there is also one mediator between God and humankind, Christ Jesus himself human. 6-ാമത്തെ വചനം തുടരുകയാണ്. Who gave himself a ransom for all. This was attested at the right time. അതിൻ്റെ മലയാളം ഭാഗം സുവിശേഷം എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാതനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായി യേശു ക്രിസ്തു. 6-ാമത്തെ തിരുവചനം, അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത്, യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണ്, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് 5-ാം വചനമാണ്. ആ വചനം പറയുന്നതിന് തൊട്ടു മുമ്പ് 2-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, ആദ്യമേ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന്. അപ്പം അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കണം. അതായത് ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ട്, ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന അധികാരികൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ നയിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട്, പ്രൊഫഷണലുകൾ, തൊഴിൽ രംഗങ്ങളിൽ നമ്മളെ ഡോക്ടേഴ്സ്, അതുപോലെയുള്ള അനേക മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, തൊഴിലാളികൾ, അങ്ങനെ ഒത്തിരി ആൾ, എല്ലാവർക്കും വേണ്ടി. ആദ്യത്തെ വചനം എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാണ് ഓരോരുത്തർക്കും വേണ്ടി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വൈരുദ്ധ്യം തോന്നാം. പിന്നെ എന്തിനാണ് ഈ ആദ്യത്തെ വചനങ്ങളിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് പറയുന്നത്? യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണെങ്കിൽ യേശുക്രിസ്തു ഇവർക്ക് വേണ്ടിയിട്ടിരുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചോളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ മുമ്പേ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ 5-ാം വചനം പരിശുദ്ധാത്മാവ് അവിടെ ചേർത്ത് വെച്ചത് മറ്റൊരു കാര്യം നമ്മളിലേക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ദൈവാത്മാവിൻ്റെ പ്രേരണയോടുകൂടി വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ 5-ാം വചനത്തിന് ഊന്നൽ നൽകും. 5-ാം വചനം പ്രധാനപ്പെട്ടതാണ്. ആ 5-ാം വചനത്തോട് ചേർത്ത് വായിക്കുമ്പോൾ 1-ാമത്തെ മുതലുള്ള വചനങ്ങൾ കോൺട്രഡിക്ടറി ആയിട്ട്, അതായത് നമുക്കൊരു വൈരുദ്ധ്യം തോന്നുന്ന രീതിയിൽ പറഞ്ഞേക്കാം. അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെന്ന് പറയുന്നു, എന്നാൽ 5-ാം വചനത്തിൽ യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണെന്ന് പറയുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മുതലുള്ള വചനങ്ങൾ മനസ്സിരുത്തി വായിക്കണം. അപ്പം ഇംഗ്ലീഷിൽ ഞാനത് വ്യക്തമാക്കാൻ വേണ്ടി 1-2 വാക്കുകൾ ഇംഗ്ലീഷിലെ ആ ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ വാക്കുകൾ പറയുകയാണ്. ഇൻ്റർസെഷൻ, ഇൻ്റർസീഡ് എന്നാണ് അതിൻ്റെ വെർബ്, ക്രിയാപദം. ഇൻ്റർസീഡ് എന്ന് പറഞ്ഞാൽ പ്രേ ഓൺ ബിഹാഫ് ഓഫ് അനദർ, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആദ്യത്തെ വചനം
2-ാം അധ്യായം 1-ാം വചനം. ഫസ്റ്റ് ഓഫ് ഓൾ ദെൻ ഐ ഏർജ് ദാറ്റ്, ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, നിർബന്ധിക്കുന്നു. സപ്ലിക്കേഷൻസ്, പ്രേയേഴ്സ്. സപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം അപേക്ഷകൾ, യാചനകൾ. സപ്ലിക്കേഷൻ, പ്രേയേഴ്സ്. ഇൻ്റർസെഷൻസ്, മലയാളത്തിലത് മധ്യസ്ഥ പ്രാർത്ഥനകളെന്നായി. 5-ാം തിരുവചനത്തിൽ വരുമ്പം യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ എന്നും വരുന്നു. ഒരേ വാക്ക് വരും. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ ആദ്യത്തെ വചനത്തിൽ സപ്ലിക്കേഷൻസ്, പ്രേയേഴ്സ്, ഇൻ്റർസെഷൻസ് ആൻഡ് താങ്ക്സ് ഗിവിങ്സ് be made for everyone, for kings and all who are in high positions, so that we may lead a quiet and peaceable life in all godliness and dignity. അപ്പോൾ നമ്മൾ വിശുദ്ധിയിലും ഭക്തിയിലും ശാന്തമോ സമാധാനമുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഉന്നതസ്ഥാനീയരായ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷകളും യാതനകളും ഉപകാരസ്മരണയും ഇൻ്റർസെഷൻസ് പറഞ്ഞാൽ അത് മലയാളത്തിൽ വന്നപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്നായി. ശരിക്കും അത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇൻ്റർസീഡ്, പ്രേ ഓൺ ബിഹാഫ് ഓഫ് അനദർ. അപ്പോൾ ഇത് നമ്മൾ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രേ ഓൺ ബിഹാഫ് ഓഫ് അനദർ കാണുന്നുണ്ട്. ഈശോ തന്നെ പറയുന്ന ഒരു ഭാഗം ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈശോ തന്നെ പറയാണ്, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പം അവിടെ അവർക്ക് വേണ്ടി, ഓൺ ബിഹാഫ് ഓഫ് ദം, ദോസ് ഹു ഇൻസൾട്ട് യു, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവരെ, നിങ്ങളെ അബ്യൂസീവ് വാക്കുകൾ പറയുന്നവർക്കെതിരെ, മോശമായ വാക്കുകൾ സംസാരിക്കുന്നവർക്കെതിരെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദം യു പ്രേ ടു ഗോഡ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ തിമോത്തിക്കുള്ള ലേഖനത്തിലെ ആ വചനഭാഗപ്രകാരം that is acceptable to God, right and acceptable, ഉത്തമവും ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യവുമാണ്. ഈശോ തന്നെ അത് ഇവിടെ പറയുന്നു. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണം. അപ്പം ഉന്നതസ്ഥാനീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ ലൂക്കാ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ തുടക്കം തന്നെ ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തിൽ ഇങ്ങനെയാണ്: ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണമായി കിടന്നിരുന്നു. 2-ാമത്തെ തിരുവചനമാണ്. 2 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ്റെ യജമാനന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു. വന്നത് ശതാധിപനല്ല, അവരിലെ ശതാധിപൻ ഒരു വിജാതീയനാണ്. യഹൂദ പ്രമാണികളാണ് ഈ ഈശോയുടെ അടുത്ത് ശതാധിപൻ്റെ ഭൃത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വരുന്നത്. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു. 4-ാമത്തെ തിരുവചനം: നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, എന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുകയും നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോട് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം ആ ശതാധിപൻ്റെ ഭൃത്തിന് വേണ്ടി അവിടെയുള്ള യഹൂദ പ്രമാണികൾ, അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് ദ സെർവൻറ്റ് ഓഫ് ദാറ്റ് സെഞ്ചുറിയൻ, ആ ശതാധിപൻ്റെ സെർവൻറ്റിന് വേണ്ടി ആരാ പ്രാർത്ഥിച്ചത്? ഈ യഹൂദ പ്രമാണികൾ. ദാറ്റ് ഈസ് ഇൻ്റർസെഷൻ. ഇൻ്റർസീഡ്, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ആ ഇൻ്റർസെഷൻ നടത്തിയത് യഹൂദ പ്രമാണികളാണ്. അത് ഈശോയുടെ അടുത്ത് നടത്തി. അപ്പോൾ ഈശോ അവരോട് പുറപ്പെട്ട് ആ ഭൃത്തിനെ സുഖപ്പെടുത്തുകയാണ്.
അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിലും ലൂക്ക 6:7 ഒന്ന് ഈശോ നേരിട്ട് പറയുന്നതാണ്, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പോലും നിങ്ങൾ പ്രാർത്ഥിക്കും. മധ്യസ്ഥം പ്രാർത്ഥിക്കണം. മധ്യസ്ഥം എന്നാണ് മലയാളം, ശരിക്കും അത് ഇൻ്റർസെഷനാണ്. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ സുവിശേഷത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈശോ നേരിട്ട് പറയുന്നതും ലേഖനഭാഗങ്ങളിലുമെല്ലാം നമുക്ക് ഈ ഇൻ്റർസെഷൻ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി, അല്ലെങ്കിൽ ഇൻ്റർസെഷൻ നടത്തുന്നതിനെ പറ്റി തന്നെ വ്യക്തമായ സൂചനകളുണ്ട്. അപ്പോൾ ഇൻ്റർസെഷൻ നമ്മൾ നിർബന്ധമായിട്ടും നടത്തേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ വാക്ക്, അത് മീഡിയേറ്റർ എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ 2 തിമോത്തി 5 ഫോർ ദർ ഈസ് വൺ ഗോഡ്, ദർ ഈസ് ഓൾസോ വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്, ക്രൈസ്റ്റ് ജീസസ് ഹിംസെൽഫ് ഹ്യൂമൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മീഡിയേറ്റർ എന്നാണ്. മോളിൽ ഇൻ്റർസെഷൻസ് എന്നാണ് പറയുന്നത്. പ്രേയേഴ്സ്, ഇൻ്റർസെഷൻസ്, സപ്ലിക്കേഷൻസ്, താങ്ക്സ് ഗിവിങ്. ഇത് നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തത് 5 വരുമ്പം മീഡിയേറ്റർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം മീഡിയേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ടു ഇൻ്റർവീൻ ഓർ പ്രേ ടു ബ്രിങ് അബൌട്ട് റെക്കൺസിലിയേഷൻ എന്നാണ്. അതായത് അനുരഞ്ജനം കൊണ്ടുവരാൻ വേണ്ടി ഇടപെടുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ടു ഇൻ്റർവീൻ ഓർ പ്രേ ടു ബ്രിങ് അബൌട്ട് റെക്കൺസിലിയേഷൻ, അതാണ് മീഡിയേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആ മീഡിയേറ്റ് ചെയ്യുന്നവനാണ് മീഡിയേറ്റർ. എന്ന് വെച്ചാൽ വൺ ഹൂ ഇൻ്റർവീൻസ് ടു ബ്രിങ് അബൌട്ട് റെക്കൺസിലിയേഷൻ, ആ ആളാണ് മീഡിയേറ്റർ. അനുരഞ്ജനം കൊണ്ടുവരാൻ വേണ്ടി ഇടപെടുന്നയാൾ. മറ്റേത് ഇൻ്റർസെഷനിൽ നമ്മൾ ഓൺ ബിഹാഫ് ഓഫ് വൺ പേഴ്സൺ വി ജസ്റ്റ് പ്രേ ടു ഗോഡ്. അനുരഞ്ജനം അവിടെ കൊണ്ടുവരുന്നില്ല. അനുരഞ്ജനം കൊണ്ടുവരുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. വൺ ഹു ബ്രിങ്സ് അബൌട്ട് റെക്കൺസിലിയേഷൻ ഈസ് ഓൺലി വൺ പേഴ്സൺ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അത് മനസ്സിലാക്കണമെങ്കിൽ എഫെസോസ് ലേഖനം 2:16 ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അപ്പം തൻ്റെ ശരീരം കുരിശിൽ ബലിയർപ്പിച്ചത് വഴി, ആ കുരിശിലെ പീഡാസഹനത്തിന് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ആ ബലി പൂർത്തിയാക്കിയത് വഴി ഇരുകൂട്ടരാരാണ്? ഒന്ന് സ്വജാതിയർ എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനം, 2 വിജാതിയർ. ഇവരെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ ഹി മൈറ്റ് റെക്കൺസൈൽ ബോത്ത് ഗ്രൂപ്പ്സ് ഇൻ ടു വൺ ബോഡി ത്രൂ ദ ക്രോസ്. കുരിശ് വഴി 2 ഗ്രൂപ്പുകളെയും, ഒന്ന് ഇസ്രായേൽ ഭവനം, 2 വിജാതിയർ, പേഗൻസ്, അവരെ തൻ്റെ ശരീരം വഴി ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തി. അപ്പോൾ ആ മീഡിയേറ്റർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വൺ ഹൂ ബ്രിങ്സ് അബൌട്ട് റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ്. ആ ഇൻ്റർവെൻഷൻ, ഇടപെടൽ നടത്തുന്നത് ജീസസ് ക്രൈസ്റ്റാണ്. അപ്പം മീഡിയേറ്റർ എന്നുള്ള വാക്ക് നമുക്ക് വ്യക്തമായല്ലോ. ഇനി എന്തുകൊണ്ട് ഈ 5-ാം തിരുവചനം അവിടെ വന്നു, അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് രേഖപ്പെടുത്തി എന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്കിത് പൂർണ്ണമായിട്ടും മനസ്സിലാകും.
ആ ഒന്നാം തിരുവചനം മുതൽ തിമോത്തിയുടെ ഒന്നാം ലേഖനം അതിലെ 2-ാം അധ്യായത്തിന് 1-ാം തിരുവചനം മുതൽ ഞാനത് വീണ്ടും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഭരണകർത്താക്കൾക്കും ഉന്നത സൈനികർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കുന്നത് നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ്. കാരണം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വചനഭാഗം. 3-4 തിരുവചനങ്ങളാണ് ഇപ്പം വായിച്ചത്. എല്ലാവരും സത്യം അറിയണമെന്നും രക്ഷിക്കണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. 5-ാമത്തെ തിരുവചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കതൊന്ന് മനസ്സിലാക്കാം. അപ്പം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അപ്പം യേശുവിലൂടെ ലോകത്തിന് കൈവന്ന രക്ഷ, അതാണ് സത്യം. യേശുവാണ് സത്യം. അപ്പം യേശു തന്നെ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പം ആ സത്യത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? യേശുവിലൂടെ ലോകത്തിന് കൈവന്ന രക്ഷ, എനിക്കും നിങ്ങൾക്കും കൈവന്ന രക്ഷ. ദൈവപിതാവ് തൻ്റെ ഏകപുത്രനെ നമുക്കായി കുരിശുമരണത്തിന് വിട്ടു നൽകി നമ്മെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ ഈ സത്യം എല്ലാവരും അറിഞ്ഞ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അപ്പം ഉന്നതസ്ഥാനീയരും ഭരണകർത്താക്കളും എല്ലാവരും ദൈവപിതാവിനെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും അവിടുന്ന് പൂർണ്ണമാക്കിയ രക്ഷയുടെ പ്രവൃത്തിയെയും അറിഞ്ഞ്, ആ സത്യത്തെ അറിഞ്ഞ് രക്ഷയിലേക്ക് വരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ 1 തിമോത്തി 2-ാം അധ്യായത്തിലെ 3-4 വചനങ്ങൾ. അതുകൊണ്ട് 5-ാം തിരുവചനത്തിൽ വീണ്ടും പറയുകയാണ്, കാരണം ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അതായത് യേശുക്രിസ്തുവിൻ്റെ മാനുഷികതയിൽ അവൻ പൂർത്തിയാക്കിയ ബലിയിലൂടെ മനുഷ്യരെ രക്ഷിച്ചു. അതായത് ഈ 2 സത്യങ്ങൾ, ഒരു പിതാവായ ദൈവം, മധ്യസ്ഥനായ യേശുക്രിസ്തു. അപ്പോൾ ഈ 2 സത്യങ്ങൾ, പിതാവായ ദൈവം, അവൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തു, ഈ 2 സത്യങ്ങൾ എല്ലാ മനുഷ്യരും, രാജാക്കന്മാരും ഭരണകർത്താക്കൾ, ഉന്നത സ്ഥാനീയർ, മറ്റെല്ലാ മനുഷ്യരും അറിയുന്നതിന് വേണ്ടി നാം ഇൻ്റർസെഷൻ നടത്തണം. അതറിയാത്ത ഈ ആൾക്കാരെല്ലാം ഈ സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടി, യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണെന്നും അവൻ്റെ പിതാവ് ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അയച്ചുവെന്നും എല്ലാവരും അറിയുവാൻ വേണ്ടി നാം ഇൻ്റർസെഷൻ, നാം മലയാളത്തിലാകുമ്പോൾ അത് മധ്യസ്ഥം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണ്, അതുകൊണ്ട് നമ്മൾ ഇൻ്റർസെഷൻ നടത്തരുതെന്നല്ല. അവിടെ വന്നതിൻ്റെ അർത്ഥം ഈ 2 സത്യങ്ങൾ, നിത്യപിതാവ്, അവൻ്റെ പുത്രനായ യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ, ആ സത്യങ്ങൾ അറിയുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് എല്ലാ മക്കളും, ഉന്നത സ്ഥാനീയരും എല്ലാവരും കടന്നു വരണം. അതിനുവേണ്ടി നമ്മൾ ഇൻ്റർസെഷൻ നടത്തണമെന്നാണ് ശരിക്കും ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, മറ്റനേകർക്ക് വേണ്ടിയുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, അതെന്താണ്? എല്ലാവരും രക്ഷയിലേക്ക് വരണം. ആ പ്രാർത്ഥന കർത്താവിന് മുമ്പിൽ സ്വീകാര്യമാണെന്നതിന് മുമ്പിൽ പറഞ്ഞ 3-4 വചനങ്ങൾ. അപ്പം നമ്മുടെ ബലഹീനരായ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന സ്വീകാര്യമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ ഇൻ്റർസെഷൻ എത്രയോ അധികമായി കർത്താവിന് സ്വീകാര്യമായിരിക്കും.
അവൻ്റെ വിശുദ്ധരുടെ ഇൻ്റർസെഷൻ എത്രയോ അധികമായിട്ട് നമ്മുടെ പ്രാർത്ഥനയേക്കാളും കർത്താവിന് സ്വീകാര്യമായിരിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയിൽ വിശുദ്ധരും പരിശുദ്ധ അമ്മയും ഇൻ്റർസെഷൻ നമുക്ക് വേണ്ടി നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഇൻ്റർസെഷൻ നടത്തുമ്പോൾ കർത്താവ് അത് സ്വീകരിച്ച് അതിന്മേൽ നമുക്ക് ഫലം തരും. അപ്പം ആ വചനം അങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഒരു വചനം മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന 1 തിമോത്തി 2:5 അത് മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന കുഴപ്പമാണ്. അങ്ങനെ പല വചനങ്ങളും സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ മറ്റനേകം അർത്ഥങ്ങൾ അതിന് കണ്ടുമുട്ടും. അത് പരിശുദ്ധാത്മാവ് തരുന്ന യഥാർത്ഥ അർത്ഥമാകണമെന്നില്ല. അപ്പം അതിനു മുമ്പിലും പിമ്പിലുമുള്ള വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പം ഈ വചനത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. അതുകൊണ്ട് യേശുവും പിതാവും, അതാണ് പരമപ്രധാനം, പിതാവ് അവനെ ഭൂമിയിലേക്ക് അയച്ചു. ആ ഒരു ബോധ്യം, ആ രക്ഷയുടെ അനുഭവം അനേകം മക്കൾ, ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ മക്കളും അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിന് പ്രാധാന്യം കൊടുത്ത 5-ാമത്തെ വചനമുണ്ട്. ആ വസ്തുത, ആ സത്യമാണ് ഗ്രഹിക്കേണ്ടത്. ആ സത്യം മറ്റനേകർ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഇൻ്റർസെഷൻസ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇൻ്റർസെഷൻസ് നടത്തുന്നു, അതുപോലെ അതിലും എത്രയോ അധികമായിട്ട് ഫലദായകമായി വിശുദ്ധരും പരിശുദ്ധ മറിയവും നമുക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ഇൻ്റർസെഷൻസ് നടത്തുന്നു. ഈ ഒരു ബോധ്യം നമുക്ക് കൈവന്നാൽ ജപമാല ഫലദായകമായി സമർപ്പിക്കുന്നതിന്, വിശുദ്ധരോട് മധ്യസ്ഥം തേടി ഇൻ്റർസെഷൻസ് തേടി പ്രാർത്ഥിക്കുന്നതിനോ നമുക്ക് യാതൊരു എതിർചിന്തയോ വൈരുദ്ധ്യമോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന വചനബോധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിനെ പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മീഡിയേറ്ററായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മോചനമൂല്യമായി കാൽവരിയിൽ ബലി നൽകിയത് യേശുക്രിസ്തുവാണല്ലോ. അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി വിശുദ്ധരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകൾ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര. ആമേൻ.